ജനനം മുതൽ മരണം വരെ മനുഷ്യാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഏകാന്തത. വിശപ്പെന്ന ഏറ്റവും പ്രാഥമികമായ ചോദന കഴിഞ്ഞാൽ മനുഷ്യരെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന വികാരം. അതിനെ മറികടക്കാനും അതിജീവിക്കാനും വരുതിയിലാക്കാനുമുള്ള പിടയലാണ് മനുഷ്യജന്മത്തിലെ തീരാവ്യതയെന്നതും നാം അറിയുന്ന സത്യം. എല്ലാ ബന്ധങ്ങളും ഏകാന്തതയ്ക്കെതിരായ അവസാനമില്ലാത്ത പോരാട്ടമാണ്. ആത്മീയവും ഭൗതികവുമായ എത്രയെത്ര വഴികളിലൂടെയാണ് നാം ദിവസവും ഏകാന്തത എന്ന നിശബ്ദനായ കൊലയാളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എത്രയോ പേർ സമൂഹത്തിന്റെയും വ്യക്തിബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ദൈവത്തിന്റെ പോലും ആശ്ലേഷങ്ങളിൽ നിന്ന് കുതറിമാറി നരകവഴികളിലും മരണത്തിന്റെ താഴ്വരയിലും അലയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ സാമൂഹിക ബന്ധങ്ങൾക്കായുള്ള കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബൃഹത്തായ റിപ്പോർട്ട് ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്നതാണ്. ഏകാന്തതയിൽ നിന്ന് സാമൂഹിക ബന്ധങ്ങളിലേക്ക്, ആരോഗ്യകരമായ സമൂഹങ്ങളിലേക്കുള്ള ഒരു പാത എന്ന പേരിലുള്ള ഈ സുപ്രധാന റിപ്പോർട്ട് സാമൂഹികമായ ഒറ്റപ്പെടലും ഏകാന്തതയും ആഗോള ആരോഗ്യം, ക്ഷേമം, സമൂഹം എന്നിവയിൽ ഉണ്ടാക്കുന്ന വ്യാപകവും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തതുമായ സ്വാധീനം എടുത്തു കാണിക്കുന്നതാണ്. നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതാണ് പ്രശ്നത്തിന്റെ വ്യാപ്തി. ലോകമെമ്പാടും നോക്കിയാൽ 6-ൽ-1 ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. എല്ലാ പ്രായക്കാരും ദേശക്കാരും ഇതിലുണ്ട്. എങ്കിലും വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലും കൗമാരക്കാരിലും യുവജനങ്ങളിലുമാണ് ഏറ്റവും സാധാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ പ്രശ്നത്തിന് പലപ്പോഴും തിരിച്ചറിയപ്പെടാത്ത വലിയ സ്വാധീനമുണ്ട്. പുതിയ കണക്കനുസരിച്ച് ഓരോ വർഷവും 9 ലക്ഷത്തോളം പേരുടെ മരണത്തിന് ഏകാന്തത കാരണമാകുന്നു. അതായത് മണിക്കൂറിൽ ഏകദേശം 100 മരണം. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഏകാന്തത കാരണമാകുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ടൈപ്പ് 2 പ്രമേഹം, പക്ഷാഘാതം എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെയാണ് വിഷാദം, ഉത്കണ്ഠ, സ്വയം പീഡനം, ആത്മഹത്യ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ. വ്യക്തികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ സ്വാഭാവികമായും സമൂഹത്തിലേക്കും വ്യാപിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയൊക്കെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതുവഴി തൊഴിലുടമകൾക്കും വ്യക്തികൾക്കും ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവുകളും ഗണ്യമാണ്. മോശം ആരോഗ്യം, കുറഞ്ഞ വരുമാനം, വിദ്യാഭ്യാസം, ഏകാന്തവാസം, അപര്യാപ്തമായ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും പൊതുനയങ്ങളും, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഏകാന്ത ദുരിതങ്ങളെ പർവ്വതസമാനമാക്കുന്നു. അമിതമായ സ്ക്രീൻ സമയം, നെഗറ്റീവ് ഓൺലൈൻ ഇടപെടലുകളും യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തിലും ക്ഷേമത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ചും WHO റിപ്പോർട്ട് ഊന്നിപ്പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രശ്നം തിരിച്ചറിയുക മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യകരമായ സമൂഹങ്ങളിലേക്കുള്ള ഒരു പാതയുടെ രൂപരേഖയും മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ തലങ്ങളിലുള്ള ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. നയം, ഗവേഷണം, ഇടപെടൽ, വിവരശേഖരണം, പങ്കാളിത്തം എന്നിങ്ങനെ 5 തന്ത്രപരമായ മേഖലകളിൽ ആഗോള ഇടപെടലിനുള്ള വഴിയാണ് റിപ്പോർട്ടിലൂടെ തെളിയുന്നത്. സാമൂഹിക ബന്ധങ്ങൾക്കായുള്ള കമ്മീഷൻ സാമൂഹിക ബന്ധത്തെ ഒരു ആഗോള പൊതുജനാരോഗ്യ മുൻഗണനയായി അംഗീകരിക്കാനും അതിന് വിഭവങ്ങൾ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം ശാരീരിക മാനസിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യത്തോടെ ഇതിനെയും പരിഗണിക്കണമെന്നും വാദിക്കുന്നു. സാമൂഹിക ബന്ധം ഒരു ആഡംബരമല്ല, മറിച്ച് ആരോഗ്യപരമായ ഒരു അനിവാര്യതയാണ് എന്നതാണ് ഇതെല്ലാം ഊന്നിപ്പറയുന്നത്. സർക്കാരിനും സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾക്കും ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കാനുണ്ട്. ലോകാരോഗ്യ സംഘടനയും സർക്കാരും ചെയ്യേണ്ടത് ചെയ്തോട്ടെ. ഇക്കാര്യത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ ഏറെയുണ്ട്. ഒരു നോട്ടം, ഒരു കാരുണ്യ സ്പർശം, ഒരു ചേർത്ത് നിർത്തൽ, ഇതൊക്കെ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി അപാരമാണ്. അതിന് വൈലോപ്പിള്ളി എഴുതിയതുപോലെ കണ്ണട ചിരുട്ടാക്കി നടന്നു ചെന്ന് അവനവന്റെ ഓട്ടുരുളിയിലെ വിഷുക്കണിയിലെ ഐശ്വര്യ സമൃദ്ധി മാത്രം കണ്ടാൽ പോരാ. കണി കാണാൻ പോകും വഴി കണ്ണു തുറന്ന് പാതി തുറന്ന ജനലിലൂടെ അയൽക്കാരന്റെ വീട്ടിലെ ഇരുളും കാണണം. തന്നെ പോലെ തന്റെ അയൽക്കാരനെയും പരിഗണിക്കാൻ മനസ്സുണ്ടാകണം. പ്രപഞ്ചം മുഴുവൻ ഏകാന്തതയുടെ ഒരു കാറ്റ് സദാ വീശുന്നതായി ജാപ്പനീസ് ഹൈക്കു കവി ബാഷോ കരുതിയിരുന്നു. അനാഥ ശിശുവിനോടൊപ്പം ഉറങ്ങാൻ കിടക്കുന്ന തണുത്ത കാറ്റ് എന്നും അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തിയിരുന്നു. ഇരുട്ടിൽ ഒരു പുതപ്പ് വലിച്ചിട്ട് നിശബ്ദതയിൽ ചുരുണ്ടുകൂടി നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് സ്വയം അഭിനയിക്കുന്നതാണ് ഏകാന്തത എന്നും പറയാറുണ്ട്. അവിടെയാണ് നിശബ്ദതയുടെ വിലാപം തിരിച്ചറിയുന്ന നമ്മൾ ഉണ്ടാകേണ്ടത്. അപരന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന മനുഷ്യരുണ്ടാകേണ്ടത്. ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റയാകാൻ അനുവദിക്കരുതേ എന്നും ഒറ്റയായിരിക്കുമ്പോൾ ഞങ്ങളെ ഒരുമിച്ചായിരിക്കാൻ പഠിപ്പിക്കണമേ എന്നുമുള്ള പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ജീവിതം.